കർത്തൃസന്നിധിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വന്ദനങ്ങൾ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും നമ്മോട് കൂടെ നമ്മുടെ നടുവിൽ ഉള്ളതിനായി ദൈവത്തെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. ഫിലിപ്പിയ ലേഖന പഠനമാണല്ലോ ഈ സെഷൻസിൽ നമ്മൾ പ്രധാനമായി ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. ഒരു ദൈവശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് ആത്മീയ വർധനവിന് ഉതകുന്ന വിധത്തിലുള്ള ആലോചനകളും ദൂതുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വിഷയം ദൈവമക്കളുമായി പങ്കിടുന്നത്. ഈ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ വിധത്തിൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്രദമായി എന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് 23-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഇവ രണ്ടിനാലും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോസ്തലനായ പൗലോസിന് യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ അല്ലെങ്കിൽ ശരീരം വിട്ടു പിരിയാൻ ആഗ്രഹമുണ്ട്. ഞാന് ജീവിക്കുന്നത് ക്രിസ്തുവിനും മരിച്ചാൽ അത് ലാഭവും എന്ന് പ്രസ്താവിച്ച പൗലോസിന്റെ വാക്കുകളാണ് അതിനെ തുടർന്ന് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് എൻ്റെ ആഗ്രഹവും പ്രത്യാശയും ലക്ഷ്യവും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ജീവിതം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട് ആത്മീയ വർധനവും അനുഗ്രഹവും പ്രയോജനവും ഒക്കെ ഉണ്ടാകുന്നു എന്നതിനാൽ ചിലരെ കൂടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നേടാനായിട്ടൊക്കെ അതിനാൽ കഴിയുന്നതിനാൽ അത് ചിന്തിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇവിടെ ജീവിക്കാനും ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ജീവിതം മതിയാക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ഞരങ്ങുന്നു, രണ്ട് വിഷയങ്ങളുടെ നടുവിൽപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നതിന്റെ പശ്ചാത്തലം. അവിടെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഈ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ദാറ്റ് ഈസ് ഫാർ ബെറ്റർ. ഏറ്റവും നല്ലത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതാണ്. ഈ ലോകത്തിൽ ജീവിതം മടുത്തു എന്ന് പറയുന്ന പലരെയും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ചിലരെയെങ്കിലും ആത്മഹത്യക്ക് വേണ്ടി പോയവരെയും ശ്രമിച്ചവരെയും ഒക്കെ ജീവിതത്തിലേക്ക്, ദൈവത്തിലേക്ക് മടക്കി വരുത്താനും ഒരുപക്ഷെ ദൈവം തമ്മിൽ ചിലരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ജീവിതം വളരെ വിലയേറിയതാണ്, ദൈവത്തിന്റെ ദാനമാണ്. അത് നമുക്ക് നിരാശ കൊണ്ടോ ഭാരം കൊണ്ടോ അവസാനിപ്പിക്കാനുള്ളതല്ല. ഈ ലോക ജീവിതം ഒരിക്കലും സുഖകരമല്ല. അത് നമ്മൾ ചിന്തിക്കും, ഒരുപക്ഷെ ഒരുപാട് ധനവും സമ്പത്തും സ്വാധീനവും അധികാരവും പദവിയും ഒക്കെ ഉണ്ടായിട്ട് എലൈറ്റായിട്ട് ജീവിക്കുന്നവരൊക്കെ ഭയങ്കര സുഖിച്ച് ജീവിക്കുകയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമുക്കില്ലാത്ത പല വേദനകളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അവർക്ക് ഉണ്ട്. ഡെമോക്ലീഷ്യസിന്റെ വാൾ എന്ന് പറയുന്നത് പോലെ തലയ്ക്ക് മുകളിൽ ഒരു വാൾ തൂങ്ങിക്കിടക്കുമ്പോൾ, ഒരു നൂലിൽ കെട്ടിയ വാൾ തൂങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെയാണ് അതിന് കീഴെ കട്ടിലിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നത്? ആ കെട്ടറ്റ് അല്ലെങ്കിൽ ആ നൂൽ ബന്ധം പൊട്ടിപ്പോയാൽ ഈ വാൾ നേരെ നെഞ്ചിൽ തറച്ച് നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി ജീവിതം അവസാനിക്കും എന്ന ആ രീതിയിലാണ് പലരും അധികാര സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഭാരത്തെ രാജ്യഭാരം എന്ന് പറയാറുണ്ട്. രാജ്യം ഭരിക്കുന്നതിനെ ഭരിക്കുക എന്നാണ് അർത്ഥമെങ്കിലും അതിന് രാജ്യഭാരം എന്ന് പറയുന്നു. രാജ്യം ഭരിക്കുന്നവൻ രാജ്യത്തിന്റെ ഭരണം നടത്തുക എന്നാണ് അതിന്റെ വിപുലീകരിച്ച അർത്ഥമെങ്കിലും ഭാരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭരണം നടത്തുക എന്ന അർത്ഥത്തിലായിരിക്കുമ്പോൾ തന്നെ ഇതൊരു വലിയ ഭാരമാണ്. നാം ചിന്തിക്കുന്നത് നമുക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ, എല്ലാ മനുഷ്യർക്കും അവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് അരി ഭാരം.
ചിലരുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോഴേക്കും കണ്ടിട്ട് പറയും, ഒരരിയുടെ മനിയുടെ വലിപ്പമല്ലേ ഉള്ളൂ, ഇതെന്തോ ഭാരം, ഞാൻ ചുമക്കുന്നത് വലിയ തടിയാണ്. പക്ഷേ ആനയെ സംബന്ധിച്ച് തടി അത് ഭാരം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതോ അതിൽ കൂടുതലാണ് ഉറുമ്പിനെ സംബന്ധിച്ച് അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ, സഹിക്കാവുന്നതിനും കഴിയുന്നതിനും ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, അതിന്റെ ഭാരത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ഉള്ള പ്രശ്നം വേറെ ആർക്കുമില്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും കഷ്ടവും അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാറ്റിനും മീതെ ദൈവം തന്റെ കൃപ നൽകും, നമ്മെ ശക്തീകരിക്കും, കൃപയാൽ നമ്മെ നടത്തും. ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമായ ബലം നൽകും. ഇനി ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ മരണത്തെക്കുറിച്ച് പൗലോസ് അടുത്തടുത്ത വാക്യങ്ങൾ സംസാരിക്കുകയാണ്. മുൻപിലത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു മരണം 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 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പര്യായ പദമുള്ള ഒരു വാക്ക് മരണം എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളത്തിൽ. ഇംഗ്ലീഷിലാണെങ്കിലോ ഡൈഡ് എന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷേ അതിനെന്തെല്ലാം പാസ്ഡ് അവേ, ഡിപ്പാർട്ടഡ്, വെന്റ് അവേ, ലെഫ്റ്റ് എന്തെല്ലാം വാക്കുകൾ ഉപയോഗിക്കും. പിന്നെ നോ മോർ, അങ്ങനെ ഐ മീൻ നമുക്ക് നമ്മുടെ പ്രത്യാശയുള്ള ദൈവമക്കൾ പറയും എന്ത് ചെയ്തു, പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്ന് പറയും അല്ലെ. അപ്പോ ഏറ്റവും അധികം പര്യായ പദങ്ങൾ ഉപയോഗിക്കുന്ന, എനിക്ക് ഒന്ന് പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം മലയാളത്തിലാണെങ്കിലും ഒരുപാട് പര്യായ പദങ്ങളുള്ള ഒരു വാക്കാണ് മരണം. മരിച്ചു, അന്തരിച്ചു, നാട് നീങ്ങി, ദിവംഗതനായി, നിര്യാതനായി എന്ന് വേണ്ട, കാലം ചെയ്തു, പിന്നെ യമപുരി പോയി എന്നൊക്കെ ആ രീതിയിൽ ചിന്തിക്കുന്നവർ പറയും. അങ്ങനെ ഒരുപാട് പര്യായ പദങ്ങൾ. നിർവൃതി അടങ്ങും, സോറി നിര്യാതനായി എന്ന് പറഞ്ഞതുപോലുള്ള വാക്കുകൾ. മനുഷ്യൻ, മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മരിക്കുന്നവൻ എന്നാണ്. മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മരിക്കുന്നവൻ എന്നാണ്. അപ്പോ ഇങ്ങനെ മരണത്തിന് ഒരുപാട് പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പൗലോസ് എത്ര എത്ര മനോഹരമായിട്ടാണ് തന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഭയവുമില്ലാതെ, ഒരു ശങ്കയുമില്ലാതെ, ഒരു ആകുലവുമില്ലാതെ, ഒരു മരണത്തിന് ശേഷം എന്ത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ആശങ്കയും, ഒരു ഐ മീൻ കൃത്യത ഇല്ലായ്മയില്ലാതെ കൃത്യമായി തനിക്കറിയാം താൻ മരിച്ചാൽ എവിടെയാണ്. മാത്രമല്ല ആ മരണം കൂടുതൽ നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചിലർ ജീവിതത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട്, നിരാശ കൊണ്ട്, ഒറ്റപ്പെടൽ കൊണ്ട്, സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മരിക്കാൻ കൊതിക്കുമ്പോൾ അല്ലെങ്കിൽ മരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ജീവിച്ച് കൊതി തീർന്നിട്ടല്ല, നല്ല ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് കാലം മരിക്കാതെ ജീവിക്കണമെന്നുണ്ട്. പക്ഷേ പലരും മരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്നുകിൽ കഠിനമായ രോഗം അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കാൻ അങ്ങനെ കൊതിക്കുമ്പോൾ പൗലോസിന്റെ ചിന്താഗതി വ്യത്യാസമാണ്. പൗലോസ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാം എന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ശരീരം വിട്ട് ദൈവത്തിൽ നിന്ന് ദൂരെയാണ്. ശരീരത്തിൽ വസിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ദൂരെയാണ്. ദൈവത്തിന്റെ ആത്മീയ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാനായിട്ടൊരു ദൈവ പൈതലിന് കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങൾക്ക്, ചിൽഡ്രൻ ഇൻ യുവർ സ്റ്റഡീസ്, എവരിവെയർ, എനിവെയർ, wherever you are, you can experience the presence of God. But it is spiritual presence. ദൈവത്തിന്റെ ആത്മീയ സാന്നിധ്യം ആണ് എല്ലായിടത്തും അനുഭവിക്കുന്നത്, നാം ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ദൈവത്തെ മുഖാമുഖം കണ്ടായിരിക്കുന്ന, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നേരിട്ടായിരിക്കുന്ന, ഇമ്മീഡിയറ്റ് പ്രസൻസിലായിരിക്കുന്ന ആ പ്രത്യാശയുള്ളത് കൊണ്ട്, ആ ഉറപ്പുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മരിക്കുന്നത് എനിക്ക് അത്യുത്തമം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധമായി ഒരു തിയോളജിയൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മരിക്കുന്നതിനെ കുറിച്ച് പൗലോസിന്റെ മരണത്തെ ചിത്രീകരിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ. ഈ തിയോളജിയന്റെ പേര് ജോഹാൻ ജെയ്ക്കൻ വെസ്റ്റസ്റ്റൈൻ എന്നാണ്. അദ്ദേഹം ഒരു സിസ് തിയോളജിയൻ ആണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ, ഹി ഹാസ്
adduced on this verse several most beautiful passages from the classic writers in which people expressed a desire to depart. But all of them probably could be traced to disappointed ambition, or to mental or bodily sorrows, or to dissatisfaction with the world. It was from no such wish that Paul decided to die. ഇതാ ഞാൻ പറഞ്ഞത്, ലോകത്തില് ക്ലാസിക്കലായിട്ട് മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എഴുത്തുകാർ പലരും മരിക്കാൻ ആഗ്രഹിച്ചവരുടെ ആ അനുഭവത്തെക്കുറിച്ച്, എന്തുകൊണ്ട് അവർ മരിക്കാൻ ആഗ്രഹിച്ചു എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഈ തിയോളജിയൻ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ എഴുത്തുകാരുടെ എല്ലാം എഴുത്തുകളിൽ എന്തുകൊണ്ട് അവർ മരിക്കാൻ കൊതിച്ചു, മരിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പ്രേമനൈരാശ്യമായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒറ്റപ്പെടലായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ. അതെല്ലാം but all of them probably could be traced to disappointed ambition, or to mental or bodily sorrows, or to dissatisfaction with the world. ഈ ലോകം മടുത്തതുകൊണ്ട് മരിക്കാൻ കൊതിച്ചവരാണ് അവരെല്ലാം. ഇറ്റ് വാസ് ഫ്രം നോ സച്ച് വിഷ് ദാറ്റ് പോൾ ഡിസൈഡ് ടു ഡൈ. പക്ഷെ പൗലോസിന്റെ മരിക്കാനുള്ള ആഗ്രഹം അതൊന്നുമല്ല, ഈ പറയുന്ന നിരാശയൊന്നുമല്ല, ഈ ലോക ജീവിതം മടുത്തതുകൊണ്ടുമല്ല. പിന്നെയോ, ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഹി ഹേറ്റഡ് മാൻ, മനുഷ്യരെ വെറുത്തതുകൊണ്ടുമല്ല, ബട്ട് ഹി ardently loved him. It was not because he had been disappointed about wealth and honor, for he had sought neither. പൗലോസ് അപ്പോസ്തലൻ മരിക്കാൻ ആഗ്രഹിച്ചത് സമ്പത്തോ ബഹുമാനമോ ലഭിക്കാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടല്ല. പൗലോസ് അതൊന്നും അന്വേഷിച്ചില്ല, ആഗ്രഹിച്ചില്ല. ഉണ്ടായിരുന്നത് പോലും ഉപേക്ഷിച്ച വ്യക്തിയാണ് കർത്താവിനെ അറിഞ്ഞപ്പോൾ. ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ബീൻ സക്സസ്ഫുൾ, നോർ ഫോർ നോ മാൻ ഹാഡ് ബീൻ മോർ സോ. ഒരു പരാജിതനായതുകൊണ്ടുമല്ല പൗലോസ് മരിക്കാൻ ആഗ്രഹിച്ചത്. തന്റെ പ്രവർത്തനങ്ങളൊന്നും ഫലം കാണാത്തതുകൊണ്ടോ, ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടോ, അതുകൊണ്ടുമല്ല പൗലോസ് മരിക്കാൻ ആഗ്രഹിച്ചത്. പിന്നെ അദ്ദേഹത്തെ പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുക തന്നെ പ്രയാസമാണ്. താൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ചോ ആ മേഖലയിൽ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു എന്നും ഏറ്റവും അധികം യാത്ര ചെയ്തു എന്നും, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും അധികം സഭകൾ സ്ഥാപിച്ചു എന്നും, ഏറ്റവും അധികം പേരെ തന്റെ കാലത്ത് കർത്താവിലേക്ക് നയിച്ചു എന്നും, പുതിയ നിയമത്തിലെ പകുതി പുസ്തകങ്ങൾ, പിന്നീടാണ് ബൈബിൾ കാനോനികമായി അത് ക്രോഡീകരിച്ചത് എങ്കിൽ പോലും പുതിയ നിയമത്തിൽ പകുതി പുസ്തകങ്ങളുടെ അതിൽ കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കുന്നത് എഴുത്തുകാരൻ ദൈവം ഉപയോഗിച്ചത് പൗലോസിനെയാണ്. അങ്ങനെ ഏത് മേഖല നോക്കിയാലും അദ്ദേഹം പല ഭാഷകളിൽ പ്രസംഗിക്കാനും എഴുതാനും കഴിയുന്ന പണ്ഡിതനായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മേഖലയിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നു, അല്ലാതെ പരാജിതനായതുകൊണ്ടുമല്ല മരിക്കാൻ ആഗ്രഹിച്ചത്. ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഹി ഹാഡ് ബീൻ സബ്ജക്റ്റഡ് ടു പെയിൻസ് ആൻഡ് ഇംപ്രിസൺമെന്റ്സ്. ഇത് അദ്ദേഹത്തിന് ധാരാളം ഉണ്ടായിരുന്നു. ഏതാ? ഒരുപാട് അടി, മുറിവേൽപ്പ്, കല്ലേറ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ജയിലിലാക്കപ്പെട്ടിട്ടുണ്ട്. ഈ ലേഖനം എഴുതുമ്പോഴും ജയിലിലിരുന്നുകൊണ്ടാ, തടവറയിലായിരുന്നുകൊണ്ടാ ഈ ലേഖനം എഴുതുന്നത് പോലും. പക്ഷേ അതുമല്ലായിരുന്നു. ഫോർ ഹി വാസ് വില്ലിംഗ് ടു ബെയർ ദം. അതൊക്കെ അദ്ദേഹം സന്തോഷത്തോടെയാണ് സഹിച്ചത്. അതൊക്കെ കർത്താവിന് വേണ്ടി സഹിക്കുന്നത് അഭിമാനമായി കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ഉപദ്രവങ്ങളോ വേദനയോ ജയിൽവാസമോ ഒന്നുമല്ല മരിക്കാൻ അദ്ദേഹത്തെ കൊതിപ്പിച്ചത്. ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഹി വാസ് ഓൾഡ് ആൻഡ് ഇൻഫേം ആൻഡ് എ ബർഡൻ ടു ദ വേൾഡ്. വൃദ്ധനായി, പ്രയോജനമില്ലാത്തവനായി, ആരോഗ്യം ക്ഷയിച്ചവനായി, ബലഹീനനായി, രോഗാതുരനായി, ഈ ലോകത്തിനൊരു ഭാരമായതുകൊണ്ടുമല്ല. For from anything that appears, he was in the vigor of life and in the fullness of his strength. ഇപ്പോഴും അദ്ദേഹം ആരോഗ്യപൂർണനാണ്. ഇനിയും ധാരാളം യാത്ര ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള ജീവിതം അല്ലെങ്കിൽ ആരോഗ്യം തന്റെ ശരീരത്തിന് ശേഷിക്കുന്നുണ്ട്. എന്നിട്ട് ഒടുവിൽ പറയുക, ഇറ്റ് വാസ് ഫ്രം എ പ്യുവർ ഹയർ മോട്ടീവ് ദാൻ എനി ഓഫ് ദീസ്. ഇതിനേക്കാളെല്ലാം അപ്പുറത്ത് പരിശുദ്ധവും ഉയർന്നതുമായ ഒരു ലക്ഷ്യം, അതാണ് തന്നെ മരിക്കാൻ കൊതിയുള്ളവനാക്കിയത്. ദ സ്ട്രെങ്ത് ഓഫ് അറ്റാച്ച്മെന്റ് വിച്ച് ബൗണ്ട് ഹിം ടു ദ സേവിയർ. തന്നെ രക്ഷിച്ച തന്റെ പ്രിയ രക്ഷകൻ, വീണ്ടെടുപ്പുകാരനോടുള്ള അഭൗമമായ, അദമ്യമായ, ഒടുങ്ങാത്ത, അടങ്ങാത്ത, ശക്തമായ
ആ മീൻ ബന്ധത്തിന്റെ അതിന്റെ ആ സ്നേഹബന്ധമാണ്. ആൻഡ് വിച്ച് മെയ്ഡ് ഹിം ലോങ് ടു ബി വിത്ത് ഹിം. ആ കർത്താവിനോട് കൂടെ അക്ഷരാർത്ഥത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ വേണ്ടിയുള്ള കൊതിയിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ മരിക്കാൻ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവപൈതൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അത് യേശുവിനോട് കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹം മാത്രമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് ആരും ചിന്തിക്കരുത്. ആത്മഹത്യ ദൈവം ക്ഷമിക്കാത്ത പാപമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവനെ തിരിച്ചെടുക്കാനും അധികാരവും അവകാശവും ഉള്ളൂ. അത് നാം നിർവഹിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കയറി നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വെറുപ്പുള്ള പാപമായി മാറും. അതുകൊണ്ട് ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചല്ല. എന്റെ പ്രവൃത്തിയൊക്കെ തികച്ചു, കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ നിവർത്തിച്ചു. തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ അതല്ലേ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ദൗത്യം എന്നെ കൊണ്ടാവോളം ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പൂർത്തീകരിച്ചു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഇനി ഞാൻ ഈ ലോകത്തിൽ തുടരേണ്ട ആവശ്യമില്ല. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ അക്കംപ്ലിഷ് ചെയ്തു, പൂർത്തിയാക്കി എന്ന ഉറപ്പുള്ളപ്പോൾ കൊതിക്കണം, ഇനി എനിക്ക് വിട്ടുപിരിഞ്ഞ് എൻ്റെ കർത്താവിനോട് കൂടെ ആയിരുന്നാൽ മതി. ഹല്ലേലൂയ. ബാക്കി ഒരുപാട് അഡ്വാൻറ്റേജസ് അതിനുണ്ടാകാം. അവിടെ രോഗമില്ല, വേദനയില്ല, കണ്ണുനീരില്ല, കഷ്ടതയില്ല, പട്ടിണിയില്ല, മുറവിളിയില്ല, ഒറ്റപ്പെടലില്ല, ഇമ്പങ്ങളുടെ പറുദീസയാണ്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് അതിനുണ്ടായിരിക്കാം. എന്നാൽ നമ്മെ കർത്താവിനോട് കൂടെ ഈ ലോകം വിട്ടുപിരിഞ്ഞായിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏകവും പരമവുമായ ആഗ്രഹം, എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത എന്റെ രക്ഷാനായകനോടൊപ്പം ഇനിയുള്ള കാലം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ തന്നെ മുഖം കണ്ടായിരിക്കാം എന്നുള്ള ആ ആഗ്രഹവും പ്രത്യാശയും ആയിരിക്കണം. അതാണ് ഒരു ദൈവപൈതലിന് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് അധികം, അല്ലെ, അങ്ങനെയല്ലേ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, ആമേൻ, ഞെരുങ്ങുന്നു. സ്തോത്രം. ആമേൻ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമം അല്ലോ. ഹല്ലേലൂയ. ആൻഡ് ടു ബി വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സോറി, ഞാൻ ഷെയർ ഓപ്ഷനോ, ജസ്റ്റ് എ മിനിറ്റ്. ടു ബി വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദ വൺ ആൻഡ് ഓൺലി റീസൺ ടു ബി എവേ. പൗലോസിനെ സംബന്ധിച്ച് ആ ഒരൊറ്റ കാരണമാണ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ താൻ പറയുന്നത്. ഇവിടെ ഒന്ന് രണ്ട് ദൈവശാസ്ത്ര ചിന്തകൾ കൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. The soul of the Christian would be immediately with the Savior at death. നമ്മുടെ എസ്കറ്റോളജി അല്ലെങ്കിൽ ഭാവികാല ശാസ്ത്രം, തിങ്സ് ടു കം അല്ലെങ്കിൽ തിങ്സ് ടു ഹാപ്പൻ, തിങ്സ് ടു ബി ടേക്കൻ പ്ലേസ്, അത് നമ്മൾ പഠിക്കുമ്പോൾ അതിലെ ഒരു പ്രധാന വിഷയമാണ് പേഴ്സണൽ എസ്കറ്റോളജി. വ്യക്തിപരമായ അല്ലെങ്കിൽ വ്യക്തിയുടെ ഭാവി, വ്യക്തിയുടെ ഭാവി. നമുക്കെല്ലാം നമ്മുടെ ഭാവി എന്താകും എന്നറിയാൻ ഭയങ്കര ആഗ്രഹമുള്ളവരാണ്, അല്ലേ? ചിലർക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നാളെ എന്തായാലും എനിക്ക് വിഷയമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നു. പക്ഷെ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. അതിനെ മുതലെടുത്തുകൊണ്ട് ഒരുപാട് പേര് ഫോർച്യൂൺ ടെല്ലേഴ്സ് ഒക്കെ ഇങ്ങനെയുണ്ട്. ഞാൻ ഇവിടെ വന്ന ഇടയ്ക്ക് ഒരു ബസ്സിൽ എനിക്ക് തോന്നുന്നു പിങ്ങിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറി തോമസ് ടൗണിലോട്ട് ഞാൻ വന്ന ആ സമയത്ത് കടയിൽ എന്തോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ സീറ്റിന്റെ അടുത്തൊരു മനുഷ്യൻ വന്നിരുന്നിട്ട്
അദ്ദേഹം എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഒരാളെ പരിചയപ്പെടുകയാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പറയാം, എനിക്ക് $5 തന്നാൽ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഈ പുള്ളി ഏതാണെന്ന്. ഞാനപ്പോൾ അദ്ദേഹത്തോട് മുഖത്ത് നോക്കി ചോദിച്ചു, അറിയേ ഫോർച്യൂൺ ടെല്ലർ? അദ്ദേഹം പറഞ്ഞു, യാ യാ. ഞാൻ പറഞ്ഞു, സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴേക്ക് എനിക്ക് ഇവിടെ എത്തി ഇറങ്ങേണ്ട സമയമായി. ഞാൻ ഇറങ്ങി. എനിവേ, ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മുതലെടുക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിലൊക്കെ, ഒരുപാട് പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. എനിവേ, ഞാൻ അവിടേക്ക് പോകാനല്ല, ഭാവി എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഒരു ദിവസം മരിക്കും, അല്ലെ? ഞങ്ങളുടെ ഒരു ദൈവദാസന്റെ അടുക്കെ, അദ്ദേഹം ഇപ്പോ ഈ ഒരു 3-4-5 വർഷം മുമ്പ് മരിച്ചുപോയി, അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആമേ, പാസ്റ്ററെ, പാസ്റ്റർ എപ്പോ മരിക്കും, എത്ര നാള് ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പാസ്റ്ററോട് പറയാനായിട്ട് ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പാസ്റ്റർ, അദ്ദേഹം ഉടനെ തിരിച്ചു പറഞ്ഞു, സഹോദരൻ, ഞാൻ എന്നുവരെ ജീവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് കൂടുതൽ അതേക്കുറിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എന്നുവരെ ജീവിക്കും? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ജീവിക്കും, അല്ലെങ്കിൽ കർത്താവ് വരുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്ന് മറുപടി പറഞ്ഞു. എനിവേ, അപ്പോ ഈ മനുഷ്യൻ ആണെങ്കിൽ, അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും, മനുഷ്യനാണെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യും? മരിക്കും, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കൾ എപ്പോൾ വേണമെങ്കിലും മരണം വന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം അവസാനിച്ചാൽ ഇവിടുന്ന് പോകാനായിട്ട് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലരോട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്, നിങ്ങളുടെ ഇന്ന സമയം ആകുമ്പോൾ കഴിഞ്ഞു എന്ന് വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. ചിലർക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. അതിന്റെ കാരണം അവർക്ക് ഭയങ്കര പേടിയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കടന്ന് ബഹളം ഉണ്ടാക്കി പറയും, കർത്താവേ, എൻ്റെ കൊച്ചിന് അതായത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മരണം തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ ദൈവം മരണത്തെ പോലും നീക്കുപോക്ക് നൽകുന്ന ദൈവമാണ്. അതിന് സംശയമൊന്നുമില്ല. ബൈബിൾ നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ചിലരെ ദൈവം നേരത്തെ അറിയിക്കാതെ തന്നെ അങ്ങ് സമയമായപ്പോൾ അങ്ങ് കൊണ്ടുപോകാറുണ്ട്. എനിവേ, ദൈവമക്കളെ സംബന്ധിച്ച് എപ്പോൾ മരിച്ചാലും, ഏത് സമയത്തായാലും, ചിലപ്പോൾ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ ഇവിടെ അല്ലായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നിട്ട് എണീക്കുമ്പോൾ ഇവിടെ അല്ലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്ത വരും, നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന സമയം, ജീവിച്ചിരിക്കുന്ന സമയം, ദൈവമക്കൾ വിവേകത്തോടെയും പരിജ്ഞാനത്തോടെയും ജീവിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ദൈവത്തിന്റെ ഹിതം ചെയ്താൽ, ദൈവം വിളിക്കുന്ന സമയത്ത് പോയാൽ, ഇവിടെ ലീവ് ബാക്ക് ചെയ്യുന്ന ഫാമിലിയുടെ ഉത്തരവാദിത്വം ഉറപ്പായും ദൈവം അവരെ നോക്കിയിരിക്കും, നടത്തിയിരിക്കും. ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ നിലവിളിക്കുകയാണ്, നിന്റെ ദാസനായിരുന്ന എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി. പക്ഷെ ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു, എൻ്റെ 2 മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ, പ്രവാചകന്റെ അടുക്ക വന്ന് പറയുമ്പോൾ, പ്രവാചകൻ അവളോട് പറയുന്നത് എന്താണെന്നറിയാവോ? നിന്റെ അടുത്ത് എന്തുണ്ട്? അവൾ പറഞ്ഞത്, ഭരണിയിലെ എണ്ണ, വീട്ടിൽ ഒരു പാത്രത്തിൽ എണ്ണ ഉണ്ട്. ഒരു ദൈവദാസൻ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് കേട്ടപ്പോൾ ഇഷ്ടം തോന്നി, നല്ലൊരു ഇന്റർപ്രിട്ടേഷന്. അവൾ കടം വന്നപ്പോൾ അവളുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവൾക്കുണ്ടായിരുന്ന വിൽക്കാൻ പറ്റുന്നതൊക്കെ വിറ്റിട്ടുണ്ടാകും, എങ്ങനെയും ഈ കടത്തിൽ നിന്ന് പുറത്തു വരാൻ. പക്ഷേ ആ എണ്ണ അവൾ എന്ത് ചെയ്തില്ല? വിറ്റില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ഒരു ആത്മീയമായ വ്യാഖ്യാനം അതിന് കൊടുത്ത്, എന്തൊക്കെ വിൽക്കേണ്ടി വന്നാലും എണ്ണയെ പരിശുദ്ധാത്മാവിനോടൊക്കെ ഉപമിക്കാറുണ്ട്. നമ്മുടെ ആത്മീയത്തെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവവചനത്തിലുള്ള ആശ്രയത്തെ നഷ്ടപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അത് വ്യാഖ്യാനിച്ചത് ഒരു നല്ല പ്രസംഗം ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്. എനിവേ, അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു, നീ അയൽപക്കത്തൊക്കെ പോയി
കട പാത്രങ്ങൾ, വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, കടം കയറി മുടിയോണ്ടിരിക്കുന്ന, നമ്മുടെ ഭാഷ പറയാം, കടം കയറി നാട്ടുകാർ വന്ന് പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞ അവളോട് പറയുകയാണ് വീണ്ടും ചെന്ന് കടം വാങ്ങാനായിട്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. എലീശ പ്രവാചകനായതുകൊണ്ടും അന്നത്തെ കാലഘട്ടം ആയതുകൊണ്ടും കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. ഇന്നെങ്ങാനും ആയിരുന്നെങ്കിലോ. ആമേൻ. എനിവേ, പക്ഷെ അവൾ അത് വിശ്വാസത്തോടെ ചെയ്തു. വെറും പാത്രങ്ങൾ മുഴുവനും ഇനി പാത്രമില്ല എന്ന് പറയുന്നത് വരെ എണ്ണ നിറച്ചു. പ്രൈസ് ലോർഡ്. അത് കഴിഞ്ഞ് അവൾ ചെയ്ത കാര്യമാണ് എന്നെ കൂടുതൽ അതിശയിപ്പിച്ചത്. സാധാരണഗതിയിൽ പാത്രത്തിൽ, ഈ പാത്രങ്ങൾ, ഒരു വീട് നിറച്ച് കടം വാങ്ങിയ പാത്രങ്ങൾ മുഴുവൻ എണ്ണയ്ക്ക് നല്ല വിലയുള്ള സമയമാണ്, അല്ലെങ്കിൽ വിലയുള്ള സ്ഥലമാണ്. ഇതായിക്കഴിഞ്ഞാൽ അടുത്തെന്താ ചെയ്യുന്നത്? വേറെ ഇനി ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പ്രവാചകൻ അടുക്ക ചെന്ന് പ്രശ്നം പറഞ്ഞു, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ അദ്ദേഹം ഇത് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ലോജിക്കലി ഇത് നമ്മുടെ കടം തീർക്കാനാണെന്ന് ചിന്തിക്കും. പക്ഷേ അവൾ വീണ്ടും പ്രവാചകന്റെ അടുക്ക ചെന്നു പറഞ്ഞു, പ്രവാചകനെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, പാത്രങ്ങളെല്ലാം എണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ പ്രവാചകൻ അവളോട് പറഞ്ഞു, നീ അത് വിറ്റ് കടം വീട്ടിയിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നീയും മക്കളും ഉപജീവിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. ചിലരുടെ നമുക്ക് നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ മാതൃകയാക്കേണ്ട കാര്യമാണ്. ചിലർ പ്രാർത്ഥനാ വിഷയം പറയും, വിടുതൽ നടന്നു കഴിഞ്ഞാൽ പറയത്തില്ല. ചിലർ പിന്നെ പ്രാർത്ഥനാ വിഷയങ്ങളേ പറയാറില്ല. എനിവേ, അവരുടെ കാര്യമല്ല. പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവമക്കളോടും ദൈവസഭയോടും കർത്താവിദാസന്മാരോടും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുക. ദൈവം ആ വിഷയത്തിന് പരിഹാരം അയക്കുമ്പോൾ അതും സാക്ഷിക്കണം, ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓക്കെ, ചില ഉദാഹരണങ്ങളൊക്കെ, അനുഭവങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നു, ഞാൻ അതെല്ലാം സ്കിപ്പ് ചെയ്തു പോവുകയാണ്. അപ്പോൾ ആമേൻ, ഇവിടെ ആമേൻ, മനുഷ്യനെ സംബന്ധിച്ച് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ദൈവമക്കൾക്കായാലും അത് തന്നെയാണ്. പക്ഷേ മരിച്ചതിന് ശേഷം എന്ത്, എവിടെ എന്നുള്ള കാര്യത്തിൽ എപ്പോൾ മരിച്ചാലും നാം ഒരുക്കമുള്ളവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പഴയ കാലത്ത് ദൈവദാസന്മാര് ആമേൻ പ്രസംഗിക്കുമ്പോൾ, ഈ വിഷയമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ആമേൻ. ഒരു വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവുണ്ടായാൽ അവരെടുക്കപ്പെടത്തില്ലെന്ന് അവരെ പ്രസംഗിച്ചിട്ടുള്ള ദേവദാസന്മാരുണ്ട്. ബൈബിളിൽ തെളിവുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അവർ പ്രസംഗിച്ച കാര്യം ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ പറയുക. പക്ഷേ യേശു കടമെന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു തുടങ്ങി പഠിപ്പിച്ച ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പോ കടം, അത് പാപക്കടമാണ് യേശു ഉദ്ദേശിക്കുന്നത്. പാപക്കടമുള്ളവന് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ആരോടും ആമേൻ നമുക്ക് ആ വിധത്തിലുള്ള ഒരു കടവും ഉണ്ടായിരിക്കരുത്. എപ്പോഴും ഒരുങ്ങിയിരിക്കുക, എപ്പോഴും ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം നമ്മളിപ്പോ തന്നെ മരിക്കാൻ പോകുന്നൊന്നല്ല. ആമേൻ. ഞാൻ ഓർപ്പിച്ചത്, നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കുക. കർത്താവ് എപ്പോൾ വിളിച്ചാലും നമ്മൾ പോകാൻ. ബാക്കിയുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചെയ്യുമ്പോൾ നാം അതേക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും നല്ലതായി പൗലോസ് അപ്പോസ്തലന് ആമേൻ മനസ്സിലായത് വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, വിട്ടുപിരിഞ്ഞാൽ, ഒരു ക്രിസ്ത്യൻ, ഒരു യഥാർത്ഥ ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ മരിച്ചാൽ അടുത്ത നിമിഷം അവൻ എവിടെയാണ്? കർത്താവിനോട് കൂടെയാണ്, യേശുവിനോട് കൂടെയാണ്. ഹല്ലേലൂയ. ഇതേക്കുറിച്ച് തന്നെ ഒരുപാട് തെറ്റായ ഉപദേശങ്ങളും ചിന്തകളും ഒക്കെ പല പശ്ചാത്തലങ്ങളിലുള്ളവരുണ്ട്, നിന്ന് വന്നവരുടെ ഇടയിലുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം അവന്റെ ആത്മാവ് ആ പ്രദേശം വിട്ടുപോകത്തില്ല, ആ പ്രദേശത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും എന്ന ചിന്ത, പാരമ്പര്യ ചിന്ത അവർക്കുണ്ടായിരുന്നു. ബൈബിളിലൊന്നുമല്ല, ദൈവം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, എവിടെന്നോ അവർക്ക് കടന്നുകൂടിയ ഒരു ചിന്ത യേശുവിന്റെ കാലത്തുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞത്, അതുകൊണ്ടാണ് യേശു ലാസർ മരിച്ചിട്ട് 4-ാം ദിവസം വന്നത് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം ഉയർപ്പിച്ചാലും ചിലപ്പോൾ പറയും അത് അവന്റെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, യേശു പിടിച്ചതിനകത്താക്കി തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അതിന് പോലും സാധ്യതയില്ലാത്ത ഒരു ആമേൻ, ആ സമൂഹത്തിന്റെ ചിന്തകൾക്ക് അപ്പുറമായ അത്ഭുതം കർത്താവ് അവിടെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറയും, ഇതുപോലുള്ള ചിന്തകൾ, ആമേൻ. ഇതുപോലെ മറ്റൊരു ചിന്തയാണ് പർഗേറ്ററി എന്ന് പറയുന്ന. പർഗേറ്ററി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശുദ്ധീകരണ സ്ഥലം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലും പോകത്തില്ല, നരകത്തിലും പോകത്തില്ല. പിന്നെ അവൻ എവിടെ പോകും? പർഗേറ്ററിയിൽ പോകും, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകും.
സ്വർഗത്തിലോ അല്ല നരകത്തിലോ, രണ്ടിന്റെ ഇടയ്ക്കൊരു സ്ഥലത്ത് പോകും. പിന്നെ അവനെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള ദൗത്യം ഈ ഭൂമിയിലുള്ള ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും പുരോഹിതന്മാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ്. അവനെ അവിടെ നിന്ന് എങ്ങനെയും സ്വർഗത്തിൽ എത്തിക്കാനുള്ള പെടാപ്പാട്. അതിനുവേണ്ടി അവന്റെ പേരിൽ നേർച്ച കഴിക്കുന്നവരുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, അനാഥരെ പോറ്റുന്നവരുണ്ട്, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയും അതിന് ചില പുരോഹിതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവർ. ബൈബിളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. യേശു പറഞ്ഞ രണ്ടുപേർ മരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുവൻ ധനവാൻ, മറ്റവൻ ലാസർ. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ധനവാൻ മരിച്ചു, പാതാളത്തിൽ വേദന അനുഭവിക്കുന്നു, ഇമ്മീഡിയറ്റ് പാതാളത്തിലാണ് അവൻ. ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മരിച്ച അടുത്ത നിമിഷം ദൂതന്മാർ അവനെ കൊണ്ടുപോവുകയാണ് എത്തേണ്ടിടത്തേക്ക്. അടുത്ത സെക്കൻഡിനുള്ളിൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും. അല്ലാതെ കറങ്ങി നിൽക്കത്തില്ല, ചുറ്റി നടക്കത്തില്ല. ഈ ഉറപ്പും ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന, ഒരു ക്രിസ്ത്യാനി മരിച്ചാൽ അടുത്ത നിമിഷം അവൻ യേശുവിനോട് കൂടെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവശാസ്ത്ര ചിന്താഗതി. ദ സോൾ ഡസ് നോട്ട് സ്ലീപ് അറ്റ് ഡെത്ത്. മരിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തിട്ട് പറയാറുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് റെസ്റ്റ് എടുക്കുകയാണ്, വിശ്രമത്തിലാണ്, മൗനതയിലാണ്, സൈലന്റ് ആണ്, പിന്നെ അവരൊന്നും അറിയുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ യേശു പറഞ്ഞ ആ ഉപമ തന്നെ വീണ്ടും ഞാൻ എടുക്കുകയാണ്. മരിച്ച ലാസർ എവിടെ എത്തി? അബ്രഹാം പിതാവിന്റെ മടിയിലെത്തി. അബ്രഹാം പിതാവ് ആരാ? നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ BC 2000 ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ ഇന്നത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ. യേശുവിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം ജീവിച്ച് മരിച്ചിട്ട് 2000 വർഷമായി. യേശു പറയുന്നു അബ്രഹാം പിതാവ് അവിടെ നിന്നോട് സംസാരിക്കുന്നുണ്ട്. ഹീസ് ആക്റ്റീവ്, alive. His body is buried here, but his soul and spirit is still active. He is speaking. മറുവശത്ത് ധനവാന്റെ കാര്യം പറയുമ്പോഴോ അവൻ യാതനാ സ്ഥലത്ത് കിടക്കുന്നു, വേദന അനുഭവിക്കുന്നു. ആ യാതനാ സ്ഥലത്ത് ധനവാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ധനവാൻ എന്ന് പറയുന്നത് യേശു ഉപയോഗിച്ചിരുന്ന പദമായതുകൊണ്ട്, അതുകൊണ്ട് പൈസയുള്ളവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിലേ പോകുകയെന്നൊന്നും ആരും ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമാകും. ഓക്കെ, ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോ ഈ മനുഷ്യൻ പിന്നീട് എപ്പോഴെങ്കിലും ആ വിഷയം എടുത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ധനവാൻ പാതാളത്തിൽ പോയതും ലാസർ സ്വർഗത്തിൽ പോയതുകൊണ്ട് ശരിക്കുള്ള റീസൺ എന്താണെന്നും അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ കിടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ മനുഷ്യൻ അവിടെ വേദന അനുഭവിക്കുന്നു, ദാഹിക്കുന്നു, ജ്വാലയിൽ യാതന അനുഭവിക്കുന്നു, അദ്ദേഹത്തിന് ദാഹിക്കുന്നു, അദ്ദേഹം സംസാരിക്കുന്നു. അവിടെ ആത്മഭാരം വരെയുണ്ട്. എൻ്റെ സഹോദരന്മാരും ഇങ്ങോട്ട് വരാൻ എല്ലാ വിസയൊക്കെ എടുത്ത് റെഡിയാക്കി ഇരിക്കുകയാണ് എന്ന് അവിടെ കിടന്ന് പറയുകയാണ്. അതുകൊണ്ട് ലാസറിനെ ഒന്ന് അയച്ച് അവരോട് ഒരു സുവിശേഷ പ്രസംഗം നടത്തി ഈ കാര്യം ഒന്ന് അറിയിച്ച് അവരെങ്കിലും ഇവിടെ വരാതെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമേ. ചിലർ പറയാറുണ്ട്, എൻ്റെ അച്ചാച്ചൻ പോയടുത്ത് തന്നെ ഞാനും പോകും, എൻ്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ പോയടുത്ത് തന്നെ ഞാനും പോകും. ഈ പോയവരവിടെ കിടന്നുകൊണ്ട് പറയുന്നത് അവളെങ്കിലും ഇവിടെ വരാതെ, എങ്ങനെയും ഇവിടെ വരാതെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എന്നാ അവരവിടെ ചെന്ന് കിടന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ അവിടെ ചെന്ന് അവർക്ക് ശല്യം ഉണ്ടാക്കും എന്നുള്ള വിഷമം കൊണ്ടല്ല, അവരനുഭവിക്കുന്ന വേദന നമ്മൾ അനുഭവിക്കരുത് എന്ന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ചിലർ പറയുന്നത് അവരെവിടെ പോയാ അവിടെ എനിക്ക് പോയാ മതിന്നോ. പക്ഷെ ധനവാൻ അവിടെ ആത്മഭാരം വരെയുണ്ട്. പക്ഷേ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. അല്ലെ, അവിടുത്തെ അപേക്ഷയ്ക്ക് വെള്ളം തൊട്ട് തൊടുവിക്കണമേ, നോ, ഒരു സാധ്യതയില്ല. അതുകൊണ്ട് എന്തേലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചോളണം. രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് രക്ഷിക്കപ്പെടണം. മാനസാന്തരപ്പെടുന്നത് ഇവിടെ വെച്ച് വേണം, ജീവിച്ചിരിക്കുമ്പോൾ വേണം. ഹല്ലേലൂയ. ശലോമോൻ സഭാപ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നീ ചെല്ലുന്ന പാതാളത്തിൽ സൂത്രമോ ഉപായമോ ഒന്നുമില്ലെന്നാ. അവിടെ നിന്റെ ഒരു പരിപാടിയും നടക്കത്തില്ല എന്നാ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ സോൾ സ്ലീപ്പ് ചെയ്യുകയല്ല, ഉറങ്ങുകയല്ല, മൗനമായിരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്.
പിന്നെ അവൻ എന്ത് ചെയ്യുന്നു? അവിടെ യേശുവിനോട് കൂടെ അവൻ ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദ സോൾ ഓഫ് ദ ബിലീവർ ഈസ് മെയ്ഡ് ഹാപ്പി അറ്റ് ഡെത്ത്. അല്ലെ? ആമേൻ. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് അത്യുത്തമമല്ലോ, ഫാർ ബെറ്റർ, ഫാർ ബെറ്റർ. ദർ ഈസ് there the soul of the Christian or a believer or a saved one, the real child of God, will be so happy, very happy. Praise the Lord. Amen. സ്മിത്ത് വിഗിൾസ്വർത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടുള്ളതാണ്, അദ്ദേഹം നിരവധി പേരെ മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരുത്താനായിട്ട് ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഫാക്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഞാൻ കേട്ട കാര്യം പറയുകയാണ്. അദ്ദേഹം ഒരു ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്റെ ഭാര്യ മരിച്ചിരിക്കുകയാണ്, മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുകയാണ് വീട്ടിൽ. അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ വലിയ പ്രയാസമായി. അദ്ദേഹത്തിന്റെ വിഷയം ഇതാണ്: എൻ്റെ ഭാര്യയോടുകൂടെ ജീവിച്ചു, ഇനിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹം അതൊരു ഭാഗം. അതിലുപരി ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, തന്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ദൈവം ഒരു കാര്യം ചെയ്യുകയില്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞില്ല? ദൈവത്തെ ചോദ്യം ചെയ്യുന്നതല്ല, അദ്ദേഹത്തിന്റെ ശൈലി അതാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ശൈലി ആ രീതിയിലുള്ളതാണ്, അല്ല ചോദ്യം ചെയ്യുന്നതല്ല. അദ്ദേഹം വിശ്വാസത്തോടെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്റെ ഭാര്യയെ എടുത്ത് ചുവരിൽ നിർത്തിയിട്ട് കം ബാക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവര് കണ്ണു തുറന്നു, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഭയങ്കര വിഷമത്തോടെ കണ്ണുനീരോടെ പറഞ്ഞു, എന്നെ എന്തിനാണ് ഈ സന്തോഷത്തിന്റെ പാരമ്യത്തിലായിരുന്ന എന്നെ, എൻ്റെ കർത്താവിനോടുകൂടെ മുഖം കണ്ടായിരുന്ന എന്നെ എന്തിനാണ് തിരിച്ച് ഈ അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്? എനിക്ക് എൻ്റെ കർത്താവിനോടുകൂടെ ആയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം അത് അലോ ചെയ്തു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് സത്യമാണോ വിധിയാണോ ഇതൊന്നും അല്ല എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഒരു ദൈവ പൈതൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വേദനയല്ല, ദുഃഖമല്ല, ഭാരമല്ല, വിഷമമല്ല, സങ്കടമല്ല, അവന് ഭയങ്കര സന്തോഷമാണ്, പരമസന്തോഷമാണ്. അതാ ഇമ്പങ്ങളുടെ പർദീസ എന്ന് വെറുതെ പറയുന്നതല്ല, അവിടെ സന്തോഷമാണ്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന മഹാസന്തോഷത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവവൈതൽ മരിച്ചാൽ അവൻ എന്ത് ചെയ്യുന്നില്ല? പർഗേറ്ററിയിൽ പോകുന്നില്ല, ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നില്ല, അവന്റെ ആത്മാവ് ഇതുവഴി ചുറ്റിപ്പറ്റി നടക്കുന്നില്ല. അവൻ മരിച്ചാൽ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്ക്, യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് തിരുമുഖം കണ്ടുകൊണ്ട് അവനായിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് റെസ്റ്റ് എന്നും വിശ്രമമെന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? പ്രവൃത്തികളിൽ നിന്നുള്ള വിശ്രമമാണ്. കർത്താവ് പ്രതിഫലം കൊടുക്കുന്നത് വരെ, പ്രതിഫലം എപ്പോഴാ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്ന ദിവസമാണ് പ്രതിഫലം കൊടുക്കുന്നത്. കർത്താവ് തന്റെ സഭയെ ചേർത്ത് സഭ കർത്താവിന്റെ തിരുസന്നിധിയിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ, സകല വിശുദ്ധന്മാരുടെയും ഉയർപ്പ് സംഭവിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്നിട്ട് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അതുവരെ അവർക്ക് പിന്നെ വേറെ പ്രവൃത്തികളൊന്നുമില്ല, പിന്നെ പ്രസംഗമില്ല, ശുശ്രൂഷയില്ല. കർത്താവിനെ തന്റെ തിരുമുഖം കണ്ട് ആ സന്തോഷം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പുകഴ്ത്തി ദൈവസന്നിധിയിലായിരിക്കുന്നു. മറ്റ് ശുശ്രൂഷകളില്ല, പ്രവൃത്തികളില്ല. അത് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്ക് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, ഈ ഭൂമിയിലെ പ്രവൃത്തികളിൽ നിന്ന് എന്ന ആശയത്തിൽ. ഹല്ലേലൂയ. അല്ലാതെ അവർ മൗനതയരാവുകയോ സൈലന്റ് ആവുകയോ അവരൊന്നും അറിയാത്ത അവസ്ഥയിലാവുകയോ അല്ല എന്ന് ബൈബിൾ വ്യക്തമായി നമുക്ക് അറിവ് തരികയാണ്, പ്രകാശനം തരികയാണ്. പൗലോസ് അപ്പോസ്തലൻ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ ഒരു ദൈവപൈതനെ സംബന്ധിച്ച് മരണം അത്യുത്തമമായ കാര്യമാണ്. പക്ഷെ പൗലോസ് ഇവിടെ സാൻഡ്വിച്ച് പോലെ രണ്ടിനാലും ഞരങ്ങുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഇനി 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 24 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഈ ഫിലിപ്പിയർ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് അവരോട് പറയുകയാണ്, ഞാൻ ഈ ശരീരത്തിൽ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടത്, അതിന്റെ ആവശ്യം
നിങ്ങളാണ് ആവശ്യക്കാർ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കാണ് പ്രയോജനം, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകേണ്ടതിന്, ഞാൻ ശരീരത്തിലിരിക്കേണ്ടതിന് ആവശ്യം. ഈ ഞരക്കമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. പ്രൈസ് ലോർഡ്. പക്ഷെ അത് എന്നേക്കും ഈ ശരീരത്തിൽ തുടരും എന്ന ആഗ്രഹമല്ല. നോട്ട് ഫോർ എവർ ബട്ട് ഫോർ ലിറ്റിൽ ലോങ്ങർ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ഭൂമിയിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചാൽ, ഇത് എഴുതുമ്പോൾ ഉള്ള കാര്യമാണ്, ജീവിച്ചാലുള്ള പ്രയോജനം എന്തൊക്കെയാണ്? വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് ആശ്വാസമുണ്ടാകും, ആത്മീയ വർധനവുണ്ടാകും, കൂടുതൽ ദൈവവചനവും ദൈവശാസ്ത്ര കാര്യങ്ങളും ഒക്കെ തനിക്ക് ലഭിച്ച വെളിപ്പാടിനൊത്തവണ്ണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവരുടെ ഫർദർ പ്രോഫിറ്റിംഗ്, അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ അദ്ദേഹം ഭൂമിയിൽ തുടർന്നാൽ കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൽ നിന്ന് എന്താ വ്യക്തമാക്കുന്നത്? ഡോൺ ബി സെൽഫിഷ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ്, എല്ലായിടത്തും കേൾക്കുന്ന ചില വചനത്തിന് വിരുദ്ധമായ ശബ്ദങ്ങളിൽ ഒന്നാണ് ലീവ് ഫോർ യുവർ സെൽഫ്. അല്ലെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ജീവിച്ച് അവരിൽ നിന്നെല്ലാം വേദനയും ബുദ്ധിമുട്ടും ഉപകാരം ചെയ്തവരൊക്കെ തിരിച്ച് ഉപദ്രവവും ഒറ്റപ്പെടുത്തലൊക്കെ തന്ന അവസാനം എന്ത് സംഭവിക്കുന്നു? ഞാനൊന്നുമില്ലാതെ, എനിക്കൊന്നുമില്ലാതെ അവരെല്ലാം കൈയൊഴിഞ്ഞ് നിരാശപ്പെടേണ്ടി വരുന്നു. അതുകൊണ്ട് ലീവ് ഫോർ യുവർ സെൽഫ്. ചിലർ പറയുന്നത്, നിങ്ങൾ ഇത്രയും കാലം ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അമ്മയപ്പന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി കുറെ കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അങ്ങനെ ഒരു ജീവിതമില്ല. വെറുതെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അല്ലെ, ഇവിടെ ആർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റും? മറ്റൊരാളുടെ സഹായം കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ആർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും? നല്ല ആരോഗ്യമുള്ള സമയത്ത് പോലും വേറെ ചിലരുടെ സഹായമില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാൻ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് പോലും വേറൊരാൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ കഴിക്കുന്ന ആഹാരം വേറെ ആരൊക്കെയോ ഉണ്ടാക്കിയതാണ്. നമ്മൾ പറയും ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പണം. നമുക്ക് ജോലി ഉണ്ടാകാൻ ഇവിടെ ആ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇവിടുത്തെ സാമൂഹ്യ സംവിധാനങ്ങൾ, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, കൊണ്ടുവന്നതല്ല, ഒന്നും നമ്മുടേതല്ല. വേറൊരാളുടെ സഹായമില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചോദിക്കും, മനത്തിൽ ഒറ്റപ്പെട്ടു പോയി ടാർസനെ പോലെയൊക്കെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും അങ്ങനെ അല്ലല്ലോ ജീവിക്കുന്നത്. അതെ, ഞാൻ ഓർപ്പിച്ചത്, നെവർ ബി സെൽഫിഷ്. നമുക്ക് വേണ്ടി നാം ആരും നമുക്കായി ജീവിക്കുന്നില്ല, നമുക്കായി മരിക്കുന്നുമില്ല. നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവരത്രേ. ആ മനോഭാവത്തോടെ കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്ത്, ശുശ്രൂഷ ചെയ്ത്, സർവീസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ മാത്രമാണ് യഥാർത്ഥമായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിരാശപ്പെടുന്നത്. അല്ലെ, വി കീപ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ഫ്രം അതേഴ്സ്. ഒരാൾക്ക് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ വി എക്സ്പെക്ട് സംതിങ് റിട്ടേൺ. അതുകൊണ്ടാണ് വി ആർ ഡിസപ്പോയിന്റഡ് ജസ്റ്റ് ബിക്കോസ് വി എക്സ്പെക്ട് സംതിങ് ഫ്രം ദം ഇൻ റിട്ടേൺ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. അത് മനുഷ്യരല്ല, ദൈവമാണ് തരുന്നത്. അപ്പൊ തിരിച്ചൊന്നും മനുഷ്യർ തരാതിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുന്നത്. ആ സന്തോഷമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് തിരിച്ചു ചിന്തിച്ചു നോക്കിയേ, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ആരും ഒന്നും തരുന്നുമില്ല. അപ്പൊ കൂടുതൽ സന്തോഷിക്കുക. ഞാനൊരു സേവനം ചെയ്തു, ഒരു ഉപകാരം ചെയ്തു, തിരിച്ചെനിക്ക് അയാളൊന്നും ചെയ്തില്ല. കൂടുതൽ സന്തോഷിക്കണം. കാരണം പ്രതിഫലം മുഴുവനും വർദ്ധിച്ച് അവിടെ അതിൽ നിന്ന് അല്പം പോലും കുറയുന്നില്ല. അയാൾ തിരിച്ചെന്തെങ്കിലും നമുക്കൊന്ന് ചെയ്തു തന്നാൽ അവിടെ കുറച്ച് കുറയും. അല്ലെ, ഇവിടെ കുറച്ച് കിട്ടിയില്ലേ, അപ്പൊ അവിടെ അത്രയും കുറയത്തില്ലേ? ഇനി ഉപകാരം ചെയ്തിട്ട് തിരിച്ച് ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിലോ, നമ്മൾ ചെയ്ത ഉപകാരത്തിന് തിരിച്ച് ഉപദ്രവമാണ് കിട്ടുന്നതെങ്കിൽ ലഭിക്കാനിരുന്ന പ്രതിഫലം ഡബിൾ ആകും. പ്രൈസ് ദി ലോർഡ്. ഈ ചിന്തയാണ് നമുക്കുണ്ടായത്. കാരണം വചനത്തിൽ പറയുന്നു, ആമേൻ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് പഴിയും നിന്ദയും അപവാദവും പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ. യേശു പറഞ്ഞ ഗിരിപ്രഭാഷണത്തിൽ ഭാഗ്യവർണ്ണനകൾ, ബിയാറ്റിറ്റ്യൂഡ്സ് പറയുമ്പോൾ അതിന്റെ ഒടുവിൽ എത്തുമ്പോൾ ഒരു കൺക്ലൂഷൻ പോലെ കർത്താവ് പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് മനുഷ്യർ സകലവിധ കളവും അപവാദവും പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചുല്ലസിപ്പിൻ. അവിടെ
ഒരാൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉത്സവം ആഘോഷിക്കുന്ന സന്തോഷമുള്ളവരാവുക. ആ യേശു പറഞ്ഞ ആ പദം, ഉത്സവം വരുമ്പോൾ ഭയങ്കര ചാടി മറിഞ്ഞ് ആഘോഷിക്കില്ലേ, അതുപോലെ ആഘോഷിക്കാനാ. ഫുട്ബോളിന്റെ ഗോൾ അടിച്ചിട്ട് ഡൈവ് ചെയ്തൊക്കെ സന്തോഷിക്കത്തില്ലേ, അതുപോലെ സന്തോഷിക്കാനാ. കാരണം കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതല്ലോ. നിങ്ങളുടെ പ്രതിഫലം എക്സീഡ് ആവുകയാണെന്നാണ് അതിന്റെ അർത്ഥം. ലഭിക്കാനിരുന്ന പ്രതിഫലത്തിൽ മറ്റൊരാൾ ഒരു ഉപദ്രവം ചെയ്യുമ്പോൾ അത് എക്സീഡ് ആവുകയാണ്, അത് ഡബിൾ ആവുകയാണ്, അല്ലെങ്കിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷിക്കാനാണ്. ഹല്ലേലൂയ. നെവർ ബി സെൽഫിഷ്. നമുക്ക് ആർക്കും സ്വയം മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നാം ജീവിക്കുന്നതും കർത്താവിന്റെ നാമത്തിൽ സേവനം ചെയ്യാനാണ്, സേവ ചെയ്യാനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ഇത് സമയം ഇച്ചിരി മുന്നോട്ട് പോയി, ഞാൻ ആമേൻ ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കുക. നമുക്ക് ആമേൻ ഇന്ന് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. ഹല്ലേലൂയ. എത്ര ശക്തമായ ചിന്തകളും ആലോചനകളുമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് പങ്കുവച്ചിരിക്കുന്നത്. അല്ലെ, ലളിതമായി എഴുതിയിരിക്കുന്ന വാക്കുകൾ. എഫേസ് ലേഖനത്തിൽ ആഴമായ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇന്ന് രാവിലത്തെ സെഷനിൽ നമ്മൾ അതിലെ ചില ചിന്തകൾ പങ്കിട്ടു. പക്ഷെ ഫിലിപ്പിയ ലേഖനം വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, വളരെ ലളിതമായിട്ടാണ്. പക്ഷെ എത്ര ശക്തമായ ചിന്തകളാണ്. മരണത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കേണ്ട മനോഹരമായ, ശോഭനമായ, സുഖകരമായ, പ്രത്യാശ നിർഭരമായ, ഹല്ലേലൂയ, ഒരു വ്യത്യസ്തമായ ചിത്രം പൗലോസ് അപ്പോസ്തലൻ സമ്മാനിക്കുകയാണ് തന്റെ വാക്കുകളിലൂടെ, തന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട്. ഹല്ലേലൂയ. നമ്മളും ഈ പ്രത്യാശ ഓരോ ദിവസവും വളർന്നു വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിനായി സേവനം ചെയ്യുവാൻ, സേവ ചെയ്യുവാൻ നമ്മെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാണ്.